പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ നാട്ടിലേക്ക് പോയ ആ ഒരു വീഡിയോസാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്നത്. ഇപ്രാവശ്യത്തെ വെക്കേഷൻ എന്ന് പറയുന്നത് രണ്ടുപേർക്കും ക്ലാസ് കുറേ അധികം നാളുണ്ടായിരുന്നു. ഏപ്രിൽ അവസാനം വരെയൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് മെയ് ഫസ്റ്റ് വീക്കിലൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല, ലീവിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും. പിന്നെ വേറൊരു കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ രണ്ടുപേരുടെ പാരൻസും ഇവിടെ ചെന്നൈയിലുണ്ടായിരുന്നു രണ്ടാഴ്ച വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റത്തേക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ആകെ കൂടി 3 ദിവസം ലീവും ഉണ്ട്, പിന്നെ ഒരു വീക്കെൻഡും ചേർത്തൊരു 5 ദിവസത്തേക്കാണ് ഇപ്രാവശ്യത്തെ കറക്കം. പിന്നെ അച്ഛനും അമ്മമാർക്ക് രണ്ടുപേർക്കും അത്ര വിഷമം ഉണ്ടാവില്ല, കാരണം നമ്മൾ ഓൾറെഡി അവരിവിടെ ഉള്ളതുകൊണ്ട് കുട്ടികളുടെ കൂടെ ടൈം നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റി. അതുകൊണ്ട് നാട്ടിൽ പോകുക എന്നുള്ളത് നമ്മളുടെ 4 പേരുടെ ആവശ്യമായിരുന്നു, നമ്മുടെ ചെന്നൈയിൽ നിന്നൊന്ന് മാറി നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഇവർക്കും അവരുടെ കസിൻസിൻ്റെ കൂടെ കളിക്കണം, നാട്ടിലെ ശുദ്ധവായുവൊക്കെ ശ്വസിക്കണം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് എൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ എത്തിയിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നല്ല ഉറക്കം ഉറങ്ങി. നാട്ടിലെത്തി ആദ്യം ചെയ്യുന്നതെന്ന് പറയുന്നത് അവിടെയൊക്കെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നിന്ന് എന്തൊക്കെ ചെടികളുണ്ട്, എന്തൊക്കെ മാറ്റങ്ങളുണ്ട്. ഇതേ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വീട് വരാൻ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ അതേ കിത്തും സ്ഥിരം കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. അമ്മൂമ്മനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് വാരി തെരിയിപ്പിക്കണം, എന്തായാലും ചേച്ചിക്കും വേണം. അതുകൊണ്ട് അവൾ നാണിച്ച് മുഖം മറയ്ക്കുകയാണ്. പിന്നെ അച്ഛനാണെങ്കിൽ ഇതേ ചക്ക മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചക്ക സീസണൊക്കെ ഇപ്പം മഴ തുടങ്ങിയല്ലോ, ചക്കയുടെ ടേസ്റ്റൊക്കെ ഇനി പോകും. അപ്പം അതിന് മുമ്പുള്ള ടേസ്റ്റുള്ള ഒരു ചക്ക തിന്നാനുള്ള അവസരമാണ് നമുക്ക് നാട്ടിലെത്തിയപ്പോൾ കിട്ടിയത്. വേണോ ചക്ക? കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ സീൻ നീ കഴിച്ചു നോക്കിയത്. സാധാരണ എല്ലാവരും ചക്കയും മാങ്ങയൊക്കെ തിന്നാനാ നാട്ടിലേക്ക് വരിക എന്ന് പറയാറുണ്ട്. പക്ഷെ എൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ അത് നേരെ ഓപ്പോസിറ്റാ. ചക്ക ഇഷ്ടമല്ല രണ്ടുപേർക്കും, മാങ്ങ എത്ര ആണെങ്കിലും കഴിച്ചോളും. ഞങ്ങൾ വന്ന ദിവസം തന്നെ അതുവരെ മഴ ഉണ്ടായിരുന്നില്ല, അത്ര കാര്യമായിട്ട് മഴ ഉണ്ടായിരുന്നില്ല. ലൈറ്റായിട്ട് വല്ലപ്പോഴൊക്കെ പെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ വന്ന സെയിം ഡേ തന്നെ തെങ്ങ് കെട്ടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവരും പറമ്പിലിറങ്ങി തെങ്ങ് ഇങ്ങനെ മഴയുമൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ കാറ്റൊക്കെ വന്ന് പ്രശ്നമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ബിരിയാണി വേണം എന്നുള്ളത്. നമ്മൾ കഞ്ഞിക്കടയിൽ എത്രയൊക്കെ പറഞ്ഞ് നമ്മൾ കഴിച്ചാലും നാട്ടിൽ നിന്ന് കിട്ടുന്ന ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലോ. അപ്പം അച്ഛൻ പറഞ്ഞു ഇന്ന് തന്നെ വാങ്ങിച്ചരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇന്ന് എനിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പോഴേക്കും നോക്കിയപ്പോൾ മഴ തുടങ്ങി, നല്ല മഴ. അപ്പോൾ കാറ്റും മഴയും ഇടിയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ നാട്ടിൽ മഴ. അപ്പോൾ എന്തായാലും വന്ന ദിവസം തൊട്ട് തുടങ്ങിയ മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ച് വരണ വരെ ആ മഴ നിന്നിട്ടില്ല, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ജൂൺ 4-ാം തീയതി വരെ ഉണ്ടെന്നാണല്ലോ മുന്നറിയിപ്പുള്ളത്. ഞങ്ങൾക്ക് ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ളതൊക്കെ ആസ്വദിക്കാൻ പറ്റി. അതേ നമ്മുടെ ബിരിയാണിയൊക്കെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുള്ള് റെസ്റ്റായിരുന്നു അന്ന് ഫുള്ള്. പിന്നെ നമുക്ക് ആകെ 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ അതായത് വന്ന ദിവസം അതിൻ്റെ പിറ്റേ ദിവസം ഈവനിങ് ഞങ്ങൾ അങ്ങോട്ട് പോകും, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അതിന് മുമ്പ് പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഒരു പൂച്ചേനെ കണ്ടുപിടിച്ചു. അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഇതേ മുകളിലേക്ക് പോയി
അവിടെ ഒരു ഊഞ്ഞാല് കിടക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ അടിയും പിടിയായിരിക്കും. അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലേക്ക് പോയതാണ്. ഓലാന്ന് കേട്ടിട്ടുണ്ടോ? ഓല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? ഇത് അല്ല, ടാക്സി വിളിക്കാറില്ലേ? ഓല ടാക്സി. ഇതാണ് ഓല. അവിടെ ആരോ കുട്ടി സൂക്ഷിച്ച്. ചേച്ചി മാത്രം ഊഞ്ഞാലാടുന്നേ. Take turns. എടുക്കാൻ പറ്റില്ല. കിളിയും മണ്ണാനും കൊത്തി ഫുള്ളാക്കി. അതിലൊരു കൂട് പോലെ ഉള്ളില് ആരെങ്കിലും ജീവിക്കണ്ട. ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കാറിൽ വരണത് തന്നെയാണ് ഇഷ്ടം കേട്ടോ, ശരിക്കും പറഞ്ഞാൽ. അപ്പം എനിക്ക് അങ്ങനെ ക്ഷീണം ഫീൽ ചെയ്യാറില്ല കാറിൽ വരുമ്പോൾ. പക്ഷെ ട്രെയിനിൽ രാത്രി ഉറങ്ങാണ്ട് വരുമ്പോൾ ആ ക്ഷീണമില്ല, അതൊരു വല്ലാത്ത ക്ഷീണം. അതാണ് എൻ്റെ മുഖത്തൊക്കെ കണ്ടത്. പക്ഷെ അത് ഇവിടെ വന്ന് ഒരു ദിവസം ഫുള്ള് റെസ്റ്റ് എടുത്തപ്പോൾ ഒരുവിധമൊക്കെ നന്നായിട്ട് മാറി. എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആയിരുന്നു. ഇത് എൻ്റെ ഓർമ്മയിൽ 17, 18, 19, 20 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഊഞ്ഞാൽ വാങ്ങിച്ചിട്ട്. പിന്നെ ഇത് നമ്മൾ സ്ഥിരം ക്ലീഷേ സീനുകൾ. പറമ്പിൽ ക്യാമറയും കൊണ്ട് നടക്കൽ തന്നെ എൻ്റെ പണി. എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, പൂ ഉണ്ടായിട്ടുണ്ടോ, കായ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും കൃഷി ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടോ ഒക്കെ എനിക്ക് കാണുന്നതിനെക്കാട്ടി കൂടുതൽ വീഡിയോ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പം എനിക്ക് പ്രാവശ്യം കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം അച്ഛനമ്മ നാട്ടിൽ ഉണ്ടായിരുന്നില്ലല്ലോ 2 ആഴ്ച. ഞങ്ങൾ വരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പാണ് അവർ നാട്ടിലെത്തി. എന്നാലും എന്തേ വെണ്ടയ്ക്കൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ മെയിൻ എൻ്റെ ഐറ്റം കൊള്ളി ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കിണറ്റിൻകര എന്ന് പറഞ്ഞൊരു വികാരമാണല്ലോ. പിന്നെ നമ്മുടെ തോട്, അത് കാണിക്കാത്തൊരു പരിപാടിയില്ല നമുക്ക്. ഇപ്പോൾ വീടിന് തൊട്ട് ബാക്കിൽ തന്നെ ഒരു തോടുണ്ട് നമുക്ക്. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിരം സീനുകൾ. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഇത് ഞങ്ങൾ ഗുരുവായൂർ പോകണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം ഏർലി മോർണിംഗ് ഒരു 6 മണിക്ക് വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും റെഡിയായി ഗുരുവായൂർ പോയി. കുറച്ച് അതൊരു സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ പോയത്. പക്ഷേ അവിടെ ഞങ്ങൾ ചെന്ന് കാലെടുത്ത് വെച്ചപ്പോൾ തൊട്ട് തുടങ്ങിയ മഴയായിരുന്നു. അങ്ങനെ നമ്മൾ പോയത് ഓട്ടോറിക്ഷയിലാണെങ്കിലും തിരിച്ച് ബസ്സിലാണ് വന്നത്. അപ്പോഴേക്കും കുറച്ച് മഴയും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുരുവായൂരത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ ഷോർട്ട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. വീഡിയോ ഒന്നും എടുക്കാനേ പാടില്ല ആ ഭാഗത്ത്. അപ്പോൾ അതൊന്നും കിട്ടിയില്ല നമുക്ക്. പിന്നെ നമ്മൾ തിരിച്ചു വന്നതിന് ശേഷം ലഞ്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അമ്മയും അച്ഛനും കൂടിയിട്ട്. അപ്പം അതിന് മെയിനായിട്ട് കൊള്ളി പറിക്കൽ പരിപാടി നടത്തി. കൊള്ളി അച്ഛൻ ഒരെണ്ണം പൊട്ടിച്ചെടുത്ത് അത് വെച്ചിട്ട് ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ 2 ദിവസമായിട്ട് എടുത്ത വീഡിയോസാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.